ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡിയാക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി 2 കപ്പ് ബിരിയാണി അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ കഴുകി ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ട് ഇത് നമുക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളം മാറാനായിട്ട് ഊറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയ കലമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കലത്തിൽ വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ഇട്ട് വേവിച്ച വെള്ളം ഞാനിവിടെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ്റെ സ്റ്റോക്ക് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ അരി വെന്ത് വരുമ്പോഴേക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കൂടെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ അരി ഒരു 80% കുക്കായി കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ 80% കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വെള്ളം ഊറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെള്ളം അപ്പം തന്നെ ഊറ്റി വെച്ചില്ലെങ്കിൽ ഇതിൽ കിടന്ന് വീണ്ടും നമ്മുടെ റൈസ് കുക്കായിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് റൈസിലേക്ക് ചേർക്കേണ്ട മുട്ട ഒന്ന് വറുത്ത് വെക്കാം. അപ്പോൾ അതിനുവേണ്ടി 3 മുട്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട വറുക്കാനായിട്ട് പാനിലേക്ക് എണ്ണ ചേർത്ത് നമുക്ക് ഈ മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട വറുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. മറ്റൊരു പാനിൽ എണ്ണ ചേർത്ത് കൊടുത്ത് 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഏകദേശം 3-4 മിനിറ്റിൽ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ ഒന്ന് സോട്ടായിട്ട് വരും. കാരണം നമ്മളിത് ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. കൂടെ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചുമാണ് സോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്നത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് റൈസ് വേവിച്ചതിന് പകുതി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി പകുതി ചൂടാറിയതിന് ശേഷം ഞാൻ കണ്ടെയ്നർ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ളപ്പം ഇതേപോലെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട വറുത്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ചെമ്മീൻ വേവിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 പീസ് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതേപോലെ പിച്ചിക്കേറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ പതിയെ വേണം ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് 2 ടീസ്പൂൺ സോയാ സോസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ ഫുള്ളായിട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ചൊരു പെപ്പർ പൗഡർ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് നല്ല വിട്ടിരിക്കുന്ന പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.